സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ ഉന്നയിക്കും. സർക്കാർ ജീവനക്കാർക്ക് ആനുകൂല്യങ്ങൾ നൽകാത്തതും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വിഹിതം അനുവദിക്കാത്തതും ചൂണ്ടിക്കാണിച്ചാകും വിഷയം ഉന്നയിക്കുക. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സുതാര്യമായി നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടുള്ള സർക്കാർ പ്രമേയവും സഭയിൽ അവതരിപ്പിക്കും. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണനാണ് ചേരുന്നത്. ഉമേഷ്, വെരി ഗുഡ് മോർണിംഗ്. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സഭ ചേരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രതിപക്ഷം ഉന്നയിക്കാനുള്ളൊരു സാധ്യത? പ്രത്യേകിച്ച് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നില തകർന്ന രീതിയിലാണ് എന്നുള്ള കാര്യം ഉന്നയിക്കും. ഒപ്പം തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നടപടികൾ എന്തൊക്കെയാണ് സഭയിൽ? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ് ഉന്മേഷ്. എന്തായാലും നിയമസഭ വീണ്ടും ചേരുകയാണ്. ഏറ്റവും സുപ്രധാനമായി ഇന്ന് ഒരുപക്ഷെ അടിയന്തര പ്രമേയമായി മുന്നോട്ട് കൊണ്ടുവരാൻ സാധ്യതയുള്ളത് സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ പോവുകയാണ്. അതോടൊപ്പം തദ്ദേശ സ്ഥാപനങ്ങൾക്കും സർക്കാർ ജീവനക്കാർക്കുമുള്ള ആനുകൂല്യങ്ങൾ അത് നൽകുന്നില്ല, തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ട് നൽകുന്നില്ല. ഇതെല്ലാം അടിയന്തര പ്രമേയമായി അവതരിപ്പിക്കാനാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. സ്വാഭാവികമായി കഴിഞ്ഞ കുറച്ച് അതായത് ഈ സഭാ കാലയളവിൽ അടിയന്തര പ്രമേയങ്ങൾ തുടർച്ചയായി ചർച്ചയ്ക്കെടുക്കുന്ന സാഹചര്യമുണ്ട്. ഒരുപക്ഷെ ഈ വിഷയവും ചർച്ചയ്ക്കുള്ള അനുമതി ഭരണപക്ഷം നൽകിയാൽ അത് ചർച്ചയിലേക്ക് കടക്കും. ഒരുപക്ഷെ ശൂന്യവേള കഴിഞ്ഞ ശേഷം ഇത് വിഷയം ചർച്ചയിലേക്ക് കടക്കാനുള്ള സാധ്യത, അനുമതി നൽകിയാൽ ചർച്ചയിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാലും പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത് ഇത്തരത്തിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ പോകുമ്പോഴും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ആ സാമ്പത്തിക പ്രതിസന്ധി പിടിച്ചു നിർത്താനുള്ള നടപടികൾ ഉണ്ടാകുന്നില്ല. എന്നാൽ ധൂർത്തും അമിത ചെലവും അതൊരു ഭാഗത്ത് വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ള ആരോപണം പ്രതിപക്ഷം ഉന്നയിക്കും. സ്വാഭാവികമായി ഭരണപക്ഷം കേന്ദ്ര സർക്കാർ നിലപാടുകളെ വിമർശിച്ചുകൊണ്ടായിരിക്കും ഇതിനെ നേരിടാൻ പോകുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകളൊപ്പം ഇപ്പോൾ GST കുറച്ചതടക്കം സംസ്ഥാനത്തിൻ്റെ വരുമാനത്തിലുണ്ടാകുന്ന പ്രതിസന്ധി, ഇവയെല്ലാം ഭരണപക്ഷം ന്യായീകരണങ്ങളായി നിരത്തുകയും ചെയ്യും. എന്തായാലും സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഒരു പ്രമേയം, ഔദ്യോഗിക പ്രമേയമായി തന്നെ ഇന്ന് നിയമസഭയിൽ വരുന്നുണ്ട്. മുഖ്യമന്ത്രിയാണ് ഈ പ്രമേയം അവതരിപ്പിക്കുന്നത്. പ്രമേയത്തെ പ്രതിപക്ഷവും പിന്താങ്ങും. SIR അത് നടപ്പാക്കുമ്പോൾ വളരെ സുതാര്യമായി നടപ്പാക്കണമെന്നുള്ള ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പ്രമേയം പാസ്സാക്കുന്നത്. എന്തായാലും ആ പ്രമേയത്തെ പ്രതിപക്ഷവും അനുകൂലിച്ചുകൊണ്ടായിരിക്കും ഈ സഭയിൽ പാസ്സാക്കുക. ക്രിസ്റ്റീന, ഉമേഷ് ബാലകൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.